പൊട്ടി ഗൈസ്, പൊട്ടി. ഞങ്ങളുടെ ബുള്ളറ്റിൻ്റെ ടാങ്ക് പൊട്ടി നല്ല ചെറുതായിട്ടൊന്ന് ചളിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ അതെങ്ങനെ ഞങ്ങൾ ശരിയാക്കി എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബുള്ളറ്റിൻ്റെ ടാങ്ക് ശരിയാക്കാൻ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് RC ഓട്ടോമൊബൈൽസ് പത്മാവതി ജംഗ്ഷൻ ശാസ്താംകോട്ടയിലാണ്. ടാങ്ക് ചളിങ്ങിയ ഭാഗം അവർ നേരെയാക്കി അതിൻ്റെ മണ്ടയ്ക്കൂടെ ഒരു ബ്ലാക്ക് പെയിൻ്റ് അടിക്കും. അതിൻ്റെ ലൈൻ ഇടാൻ അത് കൊല്ലത്താണ് കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ കൊല്ലത്തുള്ള സൂചിക്കാരൻ ജംഗ്ഷനിലേക്ക് പോവുകയാണ്. കണ്ണൻ 2 വീലർ ഡിസൈൻ സെൻറ്ററിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചേട്ടനാണ് നമ്മുടെ ബുള്ളറ്റിൻ്റെ ടാങ്കിന് ലൈൻ ഇട്ട് തന്നത്. ചേട്ടൻ 4 വര വരച്ചപ്പോഴത്തേക്കിനും സംഭവം സെറ്റായി. നമ്മുടെ ബുള്ളറ്റിൻ്റെ ടാങ്കിൻ്റെ ലൈനൊക്കെ ഇട്ട് വെച്ചേക്കാണ്. ഇതിനി ഇന്ന് ഉണങ്ങണം. ഉണങ്ങിയിട്ട് നമുക്കിനി ഇതുകൊണ്ട് ഭരണിക്കാവിൽ കൊടുക്കണം. ഇനി അവരതിൻ്റെ വണ്ടിക്കൂടെ ഒരു ക്ലിയറും കൂടി അടിച്ച് നമ്മുടെ ലോഗും കൂടി സെറ്റ് ചെയ്ത നമ്മുടെ ടാങ്ക് റെഡി. അങ്ങനെ ലൈൻ ഇട്ട ടാങ്കുമായിട്ട് ഇനി നേരെ ഭരണിക്കാവിലേക്ക് പോവാണ്. നല്ല മഴയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബുള്ളറ്റിൻ്റെ ടാങ്ക് റെഡിയായി നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ അതിൻ്റെ ലോഗോ റോയൽ എൻഫീൽഡ് എന്നുള്ള ലോഗോ ഇനി വെക്കണം. അങ്ങനെ ഞങ്ങൾ ബുള്ളറ്റിൻ്റെ ലോഗോ വെക്കാൻ വേണ്ടി കടമ്പനാട് വേമ്പനാട്ട് മുക്കിലുള്ള സുരേഷേട്ടൻ്റെ കടയിലാണ് വന്നത്. മെയിനായിട്ട് ഞങ്ങൾ ഇവിടെ വരാനുള്ള കാരണം ഇവിടെ ബുള്ളറ്റിൻ്റെ വർക്കുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ആക്സിഡൻ്റ് ആയിട്ട് വണ്ടി ഇവിടെ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള A to Z കാര്യങ്ങൾ ചേട്ടനാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ ലോഗോ ഒക്കെ ഒട്ടിച്ച് കടമ്പനാട്ടുള്ള ടൂണേഴ്സ് എഡ്ജിൽ പോയി നമ്മുടെ വണ്ടി ഒന്ന് വാഷ് ചെയ്ത് അടിപൊളിയായിട്ട് ഇറങ്ങി.